ഗായ്സ് രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവുകയാണ്. കാരണം 2 ദിവസം കൊണ്ട് നല്ല തളർച്ച ക്ഷീണം എല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ ലാബിൽ പോയിട്ടുണ്ടായിരുന്നു. ലാബിൽ പോയപ്പോഴത്തേക്ക് അവിടെ പോയി ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം പുള്ളിക്കാരൻ്റെ അടുത്ത് തുടങ്ങി ഒരു 10:30 ശേഷം വന്നാൽ മതി, കാരണം കുറച്ചൊന്നും ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ദേണ്ടർ എടുത്ത് ഓടിക്കൊണ്ട് വരുന്നു എന്തായാലും ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്തല്ലേ സ്നേഹം. പിന്നെ അവിടുത്തെ കുറച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നതിന് ശേഷം പിന്നെ നേരെ പോയി നോക്കിയപ്പോഴത്തേക്കാണ് ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നു ഗൈസ്. ChatGPT നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പഠിക്കാൻ കാണിച്ച മനസ്സ് അതാരും കണ്ടുപോരുത്. എനിക്കാണ് ബോറടിക്കുന്നുണ്ടായിരുന്നു, അതിനൊപ്പം ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങി പോകാനൊന്നും പറ്റില്ലല്ലോ, പിന്നെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ച് ഇരുന്ന് വെച്ചാൽ ഇവളാണെങ്കിൽ പിന്നെ ക്യാമറ ഉണക്കി കണ്ടപ്പോഴേ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നേരെ BP ഒക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുഴപ്പമാണ് മെഷീൻ്റെ കുഴപ്പമെന്ന് അറിയാൻ വയ്യ. ആദ്യം നോക്കിയപ്പോൾ കിട്ടിയിട്ടില്ല, പിന്നെ രണ്ടാമത് നോക്കിയപ്പോഴട്ടോ BP കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്ന് ഞാൻ ഞെട്ടി, എനിക്ക് HP കുറവാണ്, 10 ഉള്ളൂ. അങ്ങനെ നേരെ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചേട്ടനാണെങ്കിൽ പിന്നെ 100 100 പൊക്കോണ്ടിരുന്നു ഗൈസ്. ജീവൻ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ.